പക്ഷെ ഇതുവരെ ഇപ്പൊ സംസാരിച്ചപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് സായി എന്നുള്ളത്. പക്ഷെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനില് എവിടെയെങ്കിലും ഒരു കരയേണ്ട സിറ്റുവേഷൻ ഉണ്ടാവേയിരിക്കാം തോന്നുന്നുണ്ടോ? ഒരിക്കലും ബിഗ് ബോസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയില്ല എന്നാണ്. ബിഗ് ബോസിൽ ലൈഫിൽ തന്നെ ഞാൻ കരഞ്ഞ സമയങ്ങളുണ്ട്. കരഞ്ഞ സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് കരഞ്ഞ മനുഷ്യനൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. എല്ലായിടത്തും വീഴുമ്പോ കരയുക അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫിന്റെ ഒരു വളർച്ചയുടെ സ്റ്റേജിൽ കുറച്ച് ഈ പറഞ്ഞ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിൽ കരച്ചിൽ വന്നിട്ടുണ്ടെന്നല്ലാതെ പിന്നെ സ്നേഹനെ പറ്റിക്കാൻ കുറെ കരഞ്ഞിട്ടുണ്ട്. പ്രേമിച്ച് കിടക്കുമ്പോ സ്നേഹയ്ക്ക് അറിയാം അങ്ങനെ കുറെ അറിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അല്ലാതെ ലൈഫിൽ കരയിലൊക്കെ എനിക്ക് വെരി റയറാണ്. ബിഗ് ബോസ് പോയാൽ കരയില്ല ഉറപ്പല്ലേ? കരച്ചിൽ സീൻ ഉണ്ടാവില്ല എനിക്ക്. അതിന് ഏത് എക്സ്ട്രീം പോയാലും കരയാൻ ഭയങ്കര പാടാണ്. ഇനി ആ നാടകം അഭിനയിച്ച് ചിലപ്പോ കരയായിരുന്നു. എന്തിനു വേണ്ടിട്ട്? വെറുതെ ഷോക്ക് വേണ്ടിട്ട്. ഇനിയിപ്പോ ശരിക്കും കാരണം ഞാൻ പറയാലോ, ഞാൻ വെറുതെ അഭിനയിച്ചതാണ് അതിന് വേണ്ടിട്ടല്ലേ. ഞാൻ അല്ല സീരിയസ് ആയിട്ട് ഇപ്പൊ നോറന്റെ കാണിക്കണേ നോറുടെ അഭിനയം പോലെ തോന്നുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. കരച്ചിലുണ്ടാവില്ല, കരച്ചിൽ പാടാം. ഞാൻ കരഞ്ഞാലത് വൈഫിനോടൊക്കെ പറയുന്നുണ്ട്, കരഞ്ഞ് നിങ്ങള് കാണില്ല, വേറെ എന്തും ഓക്കെ, കരഞ്ഞു കാണുന്നുള്ള പൂതി എനിക്ക് വേണ്ട, നടക്കില്ല. എന്തായാലും എനിക്ക് സായിയുടെ ഇത്രയും സംസാരിച്ചാല് സായി എനിക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്, കരയില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഫൈറ്റ് ചെയ്ത് നിൽക്കും, ആൻഡ് സൈഡിൽ കൂടെ ഒരു എന്റർടൈൻമെന്റും പിടിക്കാൻ വേണ്ടി നോക്കും. ആൻഡ് ഇപ്പൊ ഉള്ള എതിരാളികൾ, അവിടെ ഉള്ള ആൾക്കാരൊന്നും എതിരാളികൾ പോലെ തോന്നുന്നില്ല. മീൻസ് അങ്ങനെ താഴ്ത്തി കെട്ടി പറയല്ല, തോന്നുന്നില്ല. ഇപ്പൊ ഉള്ള കണ്ടസ്റ്റിനെ താഴ്ത്തി കെട്ടാം. സൈഡ് മുന്നിൽ ഒന്നുമല്ല അവര്. എന്നിട്ട് ഫസ്റ്റ് കേറിയിട്ട് ഔട്ടായി കഴിഞ്ഞാൽ ട്രോൾ ഔട്ടാ നല്ല രീതിക്ക്. ഫസ്റ്റ് വീക്ക് ഔട്ടാവില്ല, കോൺഫിഡൻസ് ആണ്. ഏകദേശം എവിടെ വരെ പോവും? കപ്പടിക്കും, ഉറപ്പാണ് ഇത്. അപ്പൊ മാറ്റമില്ല. അപ്പൊ ഇതുവരെ ഉള്ള കണ്ടസ്റ്റൻസിലെ ഒരു എന്നാലും ഒരു ഫൈനൽ ഫൈവില് വരെ പോവും എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ അത് പറയാൻ മാത്രം ആയിട്ടില്ല. കാരണം ഓരോരുത്തരുടെ ഇമോഷണൽ ഫേസ് അവിടെ കണ്ടുകൊണ്ടില്ലേ. ചുമ്മാ നാടകത്തിനാണെങ്കിലും കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് തീരട്ടെ. ഇവരൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതൊരു പറഞ്ഞ 50, 60, 70 ദിവസമൊക്കെ ഇങ്ങനെ പൊട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ കുറച്ചൊക്കെ പൊട്ടി തുടങ്ങുന്നില്ലേ, കുറച്ച് നേരത്തെ സാധാ സീസണുകൾ വെച്ച് നോക്കുമ്പോൾ. അതെ, ഇതൊരു ഒരു സീസൺ ആദ്യമായിട്ടാണ് തുടങ്ങി 15 ദിവസം കൊണ്ട് ഒരു മാസമായി എന്നുള്ള ഫീലിംഗ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു തോന്നലുണ്ടല്ലേ ഇപ്പൊ? എന്താ അങ്ങനെ തോന്നല് ഇപ്പൊ തന്നെ അങ്ങനത്തെ ഒരു തോന്നല് വരാൻ? എല്ലാം നടന്നല്ലോ അതിനകത്തെല്ലാം. ഇടി നടന്നു, കരച്ചില് നടന്നു, പ്രേമം നടന്നു, എല്ലാം നടന്നു. എല്ലാം കണ്ടന്റും അവിടെ ഫുള്ളാണ്. ഇനി ഒരു കണ്ടന്റ് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഇറക്കേണ്ടി വരും. അല്ലാതില്ല, കണ്ടന്റുകളൊക്കെ ആയി. സായി പോയി കഴിഞ്ഞാൽ നല്ല കണ്ടന്റുകൾ കിട്ടില്ലേ ഞങ്ങക്ക്? അതൊരു പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു ഉറപ്പാണ് കേട്ടാ. കണ്ടന്റ് ഞാൻ കളിക്കും, അത് കണ്ടന്റ് ആവുന്നാ തോന്നുന്നത്. അല്ലാണ്ട് ഈ സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികൾ കുറവായിരിക്കും. വലിയ അങ്ങനത്തെ ഞാൻ ഇത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ അവിടെ പോയി സ്ക്രീൻ പിടിക്കുന്നത് ഇല്ല. അത് ഓവർ എക്സ്പോസ്ഡ് ആവും. അങ്ങനെ ആവാനും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുമ്പോൾ ഞാൻ കണ്ടസ്റ്റൻസിന് ഉള്ള ഓവർ എക്സ്പോസ്ഡ് ആവും. ആ ഓവർ എക്സ്പോസ്ഡ് ആവുന്നത് കുറച്ച് സീനാണ്.